ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ വ്യൂവേഴ്സിലെ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക്സ് നിർത്തിയോ എന്ന്. കേക്ക്സ് നിർത്തിയതൊന്നുമല്ല, സ്നാക്സ് കുറച്ച് കൂടുതലായി പോയില്ലേ, എപ്പോഴും സ്നാക്സ് തന്നെ ഇടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൂടെ മിക്സ് ആക്കാമെന്ന് കരുതിയിട്ടുണ്ട്. സ്വീറ്റും സ്പൈസിയും ആയിട്ടുള്ളത് മിക്സ് ആയിട്ടുള്ള റെസിപ്പി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളും ഒരു അരിപ്പയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മൈദ പ്ലസ് 1 ടേബിൾ സ്പൂണ് മൈദ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1/2 kg റെസിപ്പിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനൊരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അതൊന്ന് ചെറുതായിട്ട് ബീറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ ഒരുമിച്ച് തട്ടരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് സ്ട്രോബെറിയുടെ മിക്സ് കിട്ടും. അപ്പോൾ ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളെ കേക്കിലേക്ക് ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടാനായിട്ട് ഞാനിതൊരു 3 ഡ്രോപ്സ് ആണ് ഇട്ടിച്ചു കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ബീറ്റർ അപ്പോൾ ഒന്ന് ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് സ്പാച്ചില വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ഇതാ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട് നമ്മളെ ബാറ്റർ. ഇതാകുമ്പോൾ നമുക്കറിയാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെഡി ആയിട്ടുണ്ട് ബാറ്റർ. ഇനി നമുക്ക് ഇതൊന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 30 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിൽ നിങ്ങൾക്ക് ഒരു 1/2 മണിക്കൂർ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് കേക്കിലേക്കുള്ള ക്രീം റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം അത്യാവശ്യം നല്ല മധുരമുള്ള ക്രീമാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന ക്രീമിൻ്റെ മധുരം അനുസരിച്ചിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര 1-2 ടേബിൾ സ്പൂണോളം കൂട്ടി കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മളെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കമഴ്ത്തിയാൽ പോലും തിരിച്ച് താഴെ വീഴൂല. അപ്പോൾ ആ ഒരു പരുവെത്തുമ്പോൾ നമുക്കിത് നിർത്താം. അപ്പോൾ നമുക്കിനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ കേക്ക് എല്ലാം 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ നമ്മളെ കേക്ക് മൂവായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രീം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സാധാ കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷുഗർ സിറപ്പിൽ ഞാൻ നമ്മളെ വെള്ളം പഞ്ചസാരയും കൂടെ ചൂടാക്കുന്ന കൂട്ടത്തിൽ കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമ്മളെ കേക്കിലേക്ക് ഇറങ്ങിക്കോളും.
എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ലെയർ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അരുവിലായിട്ട് ഞാനിങ്ങനെ ഒരു വരമ്പ് പോലെ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറയ്ക്കുന്നത് സ്ട്രോബെറിയുടെ ക്രഷ് ആണ്. അപ്പോൾ ഞാനിവിടെ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള സ്ട്രോബെറിയുടെ ക്രഷ് ആണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി ക്രഷ് വീട്ടിലുണ്ടാക്കാം കേട്ടോ. ക്രഷ് സ്ട്രോബെറി വാങ്ങിയിട്ട് ചെയ്യാം. ഇപ്പോൾ സ്ട്രോബെറി എനിക്ക് കിട്ടാനൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയർ കോട്ടിങ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ സ്ട്രോബെറി ക്രഷ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ മൂന്നാമത്തെ ലെയറും വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് നമ്മളെ കേക്കിലേക്ക് ഫുള്ളായിട്ട് തന്നെ ക്രീം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ ലെവൽ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മതി സെക്കൻഡ് കോട്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ സെക്കൻഡ് കോട്ടും ക്രീം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഗണാഷ് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് അങ്ങനെ ക്ലിയർ ആക്കി ചെയ്തിട്ടൊന്നുമില്ല, നന്നായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ കേക്കിലേക്കുള്ള ഗണാഷിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് ഓവനിൽ വെച്ചിട്ട് 30 സെക്കൻഡ് എടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ അതൊന്ന് മെൽട്ടായിട്ടൊന്ന് ജസ്റ്റ് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ സ്ട്രോബെറിയുടെ എസൻസ് ഒന്ന് 2 ഡ്രോപ്സോളം ഇട്ടിച്ചു കൊടുക്കാം. 2-3 ഡ്രോപ്സ് നിങ്ങളെ കളർ ആവശ്യത്തിനുള്ള ഇട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കേക്ക് ഉണ്ടല്ലോ അതെടുക്കാം. ഒരു ചെറിയ ചൂടോടെ വേണം നമ്മൾക്ക് ഈ ഗണാഷ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതാ നമ്മൾക്ക് ഈ 1/2 കപ്പിന് ധാരാളമായിട്ട് മതിയാവട്ടോ. നമുക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ഇതാ നമ്മളെ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പ്രാവശ്യം ആക്കി കൊടുത്തിട്ട് പിന്നെ ആക്കാൻ നിൽക്കണ്ട. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം കൂടെ പോരും. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും തിരിച്ച് വിപ്പിംഗ് ക്രീം ഇങ്ങോട്ട് തന്നെ വരും. എന്നിട്ട് ഇതാ നമ്മൾ കേക്ക് ബോർഡ് കയ്യിലെടുത്തിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും വന്നോളും. ജസ്റ്റ് ഒരു കുറച്ച് സമയം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൽ സിമ്പിളായിട്ട് ബോർഡർ മാത്രം കൊടുക്കണുള്ളൂ. അതിന് ഞാനിതാ ഇതുപോലത്തെ ഒരു ടിപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു ഹാഫ് സ്റ്റാർ ആയിട്ട് ഇതിൽ പ്രത്യേകിച്ച് നമ്പറൊന്നും കാണാനില്ല കേട്ടോ. ഈ ടിപ്പിന് നമ്പറൊന്നുമില്ല. ബോർഡറൊക്കെ വരക്കാൻ പറ്റിയ ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേഷൻ ചെയ്യാം. ഞാനിപ്പം ഇതുപോലെ ഗണാഷ് ഒഴിച്ച് ചെയ്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗണാഷ് ഒഴിക്കാതെ ഫ്ലവറോ എന്ത് വേണമെങ്കിലും ചെയ്ത് ഡെക്കറേഷൻ ചെയ്യാം. അതുപോലെ സ്ട്രോബെറി ഫ്രഷ് കിട്ടുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എനിക്ക് സ്ട്രോബെറി ഫ്രഷ് ഒന്നും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 3 സ്ട്രോബെറി ഒക്കെ മുകളിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് താഴെ ഒരു ബോർഡർ കൊടുക്കുന്നുള്ളൂ.
അങ്ങനെ നമ്മൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഗോൾഡൻ ഷുഗർ ബോൾസ് ആണ്, അതൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രോബെറി കേക്കാണിത്. അപ്പോൾ നമ്മളെ ഡെക്കറേഷനും അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ട് വേണം കാണുവാനായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.